ഹലോ എവരി വൺ, പാഷൻ ടു ബിസിനസിൻ്റെ 41 ഡേ ചലഞ്ചാണ്. ഇന്ന് 5-ാമത്തെ ദിവസമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്കറിയാം, എല്ലാവർക്കും ഈക്വലായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ടൈം. അത് നമ്മൾ പലരും പല തരത്തിൽ വിനിയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ സക്സസ് റേറ്റും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് അവർക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഒരു ഓൺട്രപ്രണർ ആവാം, അല്ലെങ്കിൽ ഒരു ഫാഷൻ ബിസിനസ് നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത് സാധാരണക്കാരായിട്ടുള്ള കുറച്ച് വീട്ടമ്മമാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു പുതിയതായിട്ട് തുടങ്ങി അതിനകത്തുനിന്നൊരു വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ ഓൺലൈനിലേക്ക് എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് കൂടുതലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ ഹൗസ് വൈഫാണ് കൂടുതലും ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹൗസ് വൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫാമിലിയെയും അതുപോലെ തന്നെ ബിസിനസ്സിനെയും ഒപ്പം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്ത് തീർക്കേണ്ടത്, എന്തൊക്കെ പ്രൈമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താലാണ് എനിക്കൊന്ന് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കുന്നവരാണ്. അപ്പോൾ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ഈ ഇത്രയും നാളും കടന്നു വന്നിട്ടുള്ള ആ വഴികളിൽ എനിക്ക് എങ്ങനെയാണ് ഒരു ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഒരുപോലെ പ്രാവർത്തികമായിക്കൊള്ളണമെന്നില്ല. കാരണം പലരും നിൽക്കുന്ന പല സ്റ്റേജുകളിലാണ്. ഇപ്പോൾ നമ്മളൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ആളുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും താഴെ ലെവലിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകളുണ്ട്, ഒന്ന് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്ട്രഗ്ലിങ്ങിലായിട്ടുള്ള സ്റ്റേജിങ്ങിലായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇനി ഒരു സ്റ്റേബിൾ ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാനും അത്യാവശ്യം നമുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ഡെലിഗേറ്റ് ചെയ്യാറാവുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ മാത്രമാണ്. അതുവരെയുള്ള ടൈം മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം മോസ്റ്റ് ഓഫ് ദി തിങ്സ് നമ്മൾ തന്നെ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഏണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ലൈഫിൽ വളരെയധികം വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ലൈഫിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മുടെ ലൈഫിൽ ഒരു പ്രൈം ടൈം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൈം ടൈം എന്ന് പറയുന്നത് 4 മണി മുതൽ 6 മണി വരെയുള്ള ടൈമാണ്. പക്ഷേ ഞാൻ 4 മണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് ശീലിച്ച ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരത് ശീലിച്ച് പോയി. പക്ഷെ നമുക്ക് അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ഒരു 6 മണിക്ക് എന്നുള്ളത് 5:30 ആക്കാം, 5 മണിയാക്കാം, പിന്നെ അത് 4:30 ആക്കാം, 4 മണിയാവാം. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ഗ്രാജുവലി ഒന്ന് മോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 4 മണി മുതലുള്ള 6 മണി വരെ സമയം നമ്മൾ ആരും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ മോർണിംഗ് ആയിട്ടുള്ള മിറക്കിൾ മോർണിംഗിൻ്റെ റൊട്ടീൻസ് എല്ലാം ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നമുക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു 4 മണി മുതൽ 6 മണി വരെ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് ഇത്രയെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും. മാത്രമല്ല, നമ്മൾ എന്നും നിലവിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് ഗ്രോത്ത് വരുത്തണം എന്ന് വിചാരിച്ചിട്ട് 1% എങ്കിലും നമ്മൾ ഉയർത്താൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ വിജയം ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 4 മണി മുതൽ 6 മണി വരെ സമയം നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക. പിന്നെ ഇപ്പോൾ 6 മണി മുതൽ ഒരു 9 മണി വരെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഫാമിലിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളുണ്ട്, വീട്ടിലെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഒരു 6 മണി മുതൽ നമുക്ക് 9 മണി 9:30 വരെയുള്ള സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. 9 മണി വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം തീരും. കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവിടുത്തെ ആ ഒരു നമുക്കുടെ ജോലിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു 9 തൊട്ട് 10 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഒന്ന് ശ്വാസം വിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് കുറച്ച് നേരം ഇരിക്കേണ്ട ഒരു സമയമാണ്. 9 തൊട്ട് 10 മണി വരെ ഇരിക്കാം. ആ സമയത്ത് നമുക്ക് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ചെയ്യേണ്ട കോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നമുക്ക് അത്യാവശ്യം വേറെ എന്തെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞ് ഏൽപ്പിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പോൾ നമുക്കൊരു കുറച്ച് റിലാക്സേഷൻ കിട്ടും. ഇനി 10 മണി മുതൽ 1 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈമിലായിട്ടുണ്ട് ഉപയോഗിക്കാം. നിങ്ങളിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് പേരെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, കുറച്ച് പേരെ ഇരുത്തിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അറേഞ്ച് ചെയ്ത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം.
പിന്നെ നമുക്ക് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യങ്ങളൊന്ന് ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ട്സുകൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് റീൽസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റീൽസൊക്കെ കോണ്ടൻറ്റൊക്കെ എഴുതാം, അതുപോലെ റീൽസൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആ സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് നിങ്ങളൊരു റീൽ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും ഒരു ദിവസം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ റീൽസും വീഡിയോസിൽ നിന്നൊക്കെ ഒരുപാട് വ്യൂസൊക്കെ കയറി വരും. അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് കൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈം മാറ്റി വയ്ക്കുകയാണെങ്കിൽ 1 മണി മുതൽ 10 മണി മുതൽ 1 മണി വരെയുള്ള സമയം നമ്മുടെ പ്രൊഡക്റ്റീവ് കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒരു ലഞ്ച് ബ്രേക്ക് ഒരു 1:30 മണി അല്ലെങ്കിൽ 2 മണി വരെയൊക്കെ നമുക്ക് ആ ഒരു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള വിശ്രമ സമയത്ത് നമുക്ക് അത്യാവശ്യം വിളിക്കാനൊക്കെ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ മറുപടി കൊടുക്കേണ്ട ആൾക്കാർക്ക് മറുപടി കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു 2 മണി മുതൽ ഒരു 4 മണി വരെയുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈസി ആയിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ മോർണിംഗിൽ ചെയ്ത് തീർക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് സ്ലോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 4 മണി ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ 4:30 ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്നതാണെങ്കിൽ അവർക്ക് സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാനൊക്കെ ആ സമയം ഒരു ഈസി ആയിട്ടുള്ള സമയമായിട്ട് നമുക്കത് വിനിയോഗിക്കാം. അപ്പോൾ നമുക്ക് അത്രയും ടയർഡ്നെസ് തോന്നില്ല, കുറച്ച് നമ്മൾ റിലാക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹോംവർക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ അവർക്ക് ഹോംവർക്കൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. ആ ടൈമിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ട, നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള സമയമാണ്. അപ്പോൾ കുട്ടികളവിടെ ഹോംവർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യണേക്കാൾ എളുപ്പം ഇങ്ങനെ കുറച്ച് അഡീഷണൽ ആയിട്ട് നമുക്കറിയാലോ വിമൻസിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രിപ്പയർ ഒക്കെ ചെയ്ത് ഫ്രീസൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാവുന്ന തരത്തിലൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ആ ഒരു സമയമൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ആ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രയറിൻ്റെ സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡിന്നറൊക്കെ കഴിക്കാനായിട്ട് ഫാമിലിയോടൊപ്പം വരുന്ന ഡിന്നറൊക്കെ കഴിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യാം. ഒരു 9-10 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ അന്നത്തെ ദിവസത്തെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്ലീപ്പ് ചെയ്യാനായിട്ട് ആ സമയത്ത് വരെ മാത്രമേ ഇരിക്കാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും നമ്മുടെ സ്ലീപ്പ് ടൈമിൽ നമ്മൾ വെറുതെ നമ്മുടെ സ്ക്രോളിംഗ് ഒന്നും ഇരിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഈ ടൈം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ സ്കെഡ്യൂൾ ചെയ്ത് മാറ്റി ഒക്കെ നമ്മൾ ചെയ്ത് വെക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസം നമ്മുടെ ഏറ്റവും മെയിൻ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുക. ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മസ്റ്റായിട്ട് നമ്മൾ 3 ടാസ്ക് എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യുക. ബാക്കിയുള്ള ഒരു കുറച്ച് സമയങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് മറ്റുള്ള നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മളത് വിനിയോഗിക്കാം. പിന്നെ നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ സെൽഫ് കെയറിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഒരു ദിവസം ഫുള്ള് വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ആ ഒരു ദിവസം നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് നേടിയെടുക്കാനൊക്കെ ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ നടക്കാനായിട്ട് നമ്മൾ ആ ഒരു ദിവസം വിനിയോഗിക്കുക. അപ്പോൾ അന്ന് ആ ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും ആഴ്ചയിൽ വർക്ക് ചെയ്യാതെ നമ്മൾ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ മാറ്റി വെച്ച് നമുക്ക് പ്ലാനിങ്ങിനൊക്കെ വേണ്ടി മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ മാസത്തിലൊരിക്കലാണെങ്കിലും നമുക്ക് നമ്മളുടെ ഒരു യാത്രകൾ നമുക്കൊരു ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകാനും അങ്ങനെയൊക്കെ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടൊരു ടൈം നമ്മൾ കണ്ടെത്തി മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എമർജൻസി ആയിട്ട് അതിനിടയ്ക്ക് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ വന്ന് സംഭവിക്കുകയാണെങ്കിൽ പോലും കൂടുതലും നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളിൽ മാത്രം പോയിട്ട് ഇൻവോൾവ് ചെയ്യുക. അല്ലാതെ ഒരു ഫ്രണ്ട് വിളിച്ചു ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു, അപ്പോൾ തന്നെ അത് പോയി അവരുടെ കൂടെ പോയി, എൻ്റെ എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്ന് ചോദിച്ചു അവരുടെ കൂടെ പോയി, അങ്ങനെ സമയം കണ്ടെത്തി അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മുടെ സമയം ഉപയോഗിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ അൺപ്രൊഡക്റ്റീവായിട്ട് നമ്മളെ ഒരിക്കലും ഗ്രോത്തിലേക്ക് നയിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഫംഗ്ഷനുകളാണെങ്കിൽ മാത്രം അത് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്ത ഫോൺ കോൾസുകളും കാര്യങ്ങളൊക്കെ
നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണെന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഒരു കുറേ നാളത്തെ ഒരു ജേർണിയിൽ ഞാൻ അനുവർത്തിച്ച് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്കതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. എൻ്റെ ലൈഫിൽ എനിക്ക് വളരെയധികം ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ ഒരു അറിവിലേക്കാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നറിയില്ല. പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നടക്കുന്നത്. സോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ.